Welcome back to Dr. Anis Ali's Mind Wellness YouTube channel. ഡോക്ടർ ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റാണ്, ഒരു ലേഡിയാണ്. ആള് നല്ല രീതിയിൽ കരിയറുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആൾ പറയുന്നത് എനിക്ക് മുൻപ് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, മുടിയൊക്കെ ഇങ്ങനെ പറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, എന്താണ് സംഭവം ശരിക്കും? തീർച്ചയായിട്ടും ഇത്തരം കുറേ ആളുകൾക്ക് ഇത് അറിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങളെപ്പോലത്തെ ആളുകളടുത്ത് ധാരാളം ഇത്തരം കേസുകൾ വരാറുണ്ട്. ഇതിന് പറയുന്ന ഒരു പേരാണ് ട്രൈക്കോട്ടിലോമേനിയ. അതൊരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരാം, ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വരാം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCDൻ്റെ ഭാഗമായിട്ടൊക്കെ വരാം. ഇത് പല കാരണം കൊണ്ട് വരുന്നതാണ്. ചിലത് നമുക്ക് ജനിതക കാരണങ്ങളാൽ വരാം, ജനറ്റിക്കായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരാം. ചില ടെൻഷൻസ്, ആൻസൈറ്റി ഉണ്ടാകുന്ന ആളുകളിലേക്ക് ഇത്തരം പ്രവണതകൾ അവരറിയാതെ ഡെവലപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ മറ്റുള്ള മുടി കൊഴിച്ചിലോ അങ്ങനത്തെ ഇതിനൊക്കെ വ്യത്യസ്തമാണ് ഇതിൻ്റെ പിക്ചർ. അതായത് ഒരു നമ്മൾ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, റിംഗ് വേം എന്നൊക്കെ പറയും. നമുക്കൊരു കയ്യിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ മാത്രം. അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രം മുടി വളരെ ക്ലീൻ ഷേവ് ചെയ്ത പോലെ അങ്ങ് പോകും. അത് കൂടുതലും ഇത് സ്ത്രീകളിലാണ് കാണുന്നത്. അത് അവരറിയാതെ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ആ തലയുടെ ഒരു ഭാഗത്തുനിന്ന് മുടി നമ്മളറിയാതെ എന്ത് ആക്ഷനിലും, ചിലപ്പോൾ ആക്ഷനിലും അറിയാതെയും സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളെ കയ്യിൻ്റെ ആക്ഷൻ ഇങ്ങനെ പോവുകയും അത് പറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കമ്പൽസീവ് ഫിനോമിന ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ OCDയിലും ഇത് ചിലപ്പോൾ വരുന്നതാണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ പറിക്കൽ മാത്രമല്ല, പറിച്ചിട്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ അവരിങ്ങനെ കടിച്ചിട്ടൊക്കെ ആയിരിക്കും അത് ഇങ്ങനത്തെ അതിൻ്റെ. അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല, നിങ്ങളത് ശ്രദ്ധിക്കില്ല, നിങ്ങളത് അറിയാതെ ചെയ്തു പോവാണല്ലോ, അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ തലയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഒരു ഷേവ് ചെയ്താൽ പോലും ഇത്ര നിങ്ങൾ തിക്കായിട്ട് നിൽക്കുന്ന മുടിയിൽ ഇവിടെ മാത്രം വട്ടത്തിൽ ഒരു മുടി പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് ശരിക്കും നമ്മൾ അപ്പോൾ വേംസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയൊക്കെ വരിക. ഇല്ല അത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ, അതുപോലെ ആയിരിക്കും. അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള മുടികളാണ് അധികം കൊടുക്കുക. ഒന്ന് തലകൾ, അത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊന്നുള്ള ആളല്ല കേട്ടോ, നല്ല തിക്കായിട്ടുള്ള മുടി തന്നെയാണ്. ആ മുടീൻ്റെ ഇടയിൽ നിന്നാണ് നിങ്ങൾ ഈ സംഭവം ചെയ്യുന്നത്. അല്ലെങ്കിൽ പുരികം, അല്ലെങ്കിൽ ചിലൊരു മീശൻ്റെ, ചില ആളുകൾക്കൊക്കെ മീശൻ്റെ ഈ ചില ഭാഗങ്ങളിൽ മാത്രം ഒരു പാച്ച് കാണാം. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അവിടെ മാത്രം വരാത്തതിൻ്റെ ഡിഫക്ട്സുകളൊക്കെ ഉണ്ടാവും. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത് അറിയാതെ പ്രിക്കുകയാണ്, ഈ പ്രിക്ക് ചെയ്യുന്ന കാര്യം മനസ്സിലായി. അങ്ങനെ നമ്മളെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ കക്ഷത്തിൽ അങ്ങനെയൊക്കെയുള്ള സ്വകാര്യ ഭാഗത്തിലൊക്കെയുള്ള ഹെയറുകളൊക്കെയാണ് ചിലപ്പോൾ എടുക്കുക. അത് അവരറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ഇത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആയതുകൊണ്ട് ഇത് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ മടിച്ചിട്ട് പല ആളുകളായിട്ട് അഭിമുഖീകരിക്കാനും പല എന്താ പറയുക, നിങ്ങൾ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളറിയാതെ ഡെവലപ്പ് ചെയ്യണല്ലോ, നിങ്ങൾക്ക് അത് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു അസുഖമാണെന്ന്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള മുടിയൊക്കെ ഇങ്ങോട്ട് പാച്ച് ചെയ്തിട്ടൊക്കെ പോകും. പക്ഷേ വല്ലാതെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല, അതിനെപ്പറ്റി ചോദിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ അടുത്തത്. അപ്പോൾ ചെറിയൊരു ആൻസൈറ്റിൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമാണ്. അത് കറക്റ്റ് ചെയ്യണം, തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്യണം. ആൻസൈറ്റി ഒഴിവാക്കണം. പിന്നെ ഇത്തരം കമ്പൽസീവ് ഫിനോമിന ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്, അത് കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്യണം. അതുകൂടി കൂടിയിട്ട് ആ കമ്പൽസീവ് ഫിനോമിന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മെഡിക്കേഷൻസ് ഉണ്ട്. ആ തോട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള അതുകൂടി കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖം തന്നെയാണ്, ഒരു മാനസിക അവസ്ഥയാണ്. അപ്പോൾ ഈ മാനസിക അവസ്ഥകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭ്രാന്തും അങ്ങനെ ചിത്രീകരിക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അസ്വസ്ഥത കൊണ്ട്, മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതുണ്ട്. അത് നമ്മൾ അത്രയധികം പുറത്തോട്ട് അത് കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കാനുള്ള പ്രയാസമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. Hope this episode was informative. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me Shivani signing off. Thank you.